കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഡിഫറെൻറ്റ് ടേംസിനെ കുറിച്ചായിരുന്നു. നെറ്റ്വർക്ക് തിയറംസ്, ഡി സി സർക്യൂട്ടിലെ നെറ്റ്വർക്ക് തിയറംസിലെ ഡിഫറെൻറ്റ് ടേംസാണ് നമ്മൾ പഠിച്ചത്. സർക്യൂട്ട് എന്താണെന്ന് പഠിച്ചു, ദെൻ പാരാമീറ്റേഴ്സ് എന്താണെന്ന് പഠിച്ചു, ദെൻ ലീനിയർ സർക്യൂട്ട്, നോൺ ലീനിയർ സർക്യൂട്ട്, ബൈലാറ്ററൽ സർക്യൂട്ട്, യൂണിലാറ്ററൽ സർക്യൂട്ട്, ഇലക്ട്രിക് നെറ്റ്വർക്ക്, പാസീവ് നെറ്റ്വർക്ക്, ആക്റ്റീവ് നെറ്റ്വർക്ക്, നോഡ്, ബ്രാഞ്ച്, ലൂപ്പ് ആൻഡ് മെഷ്. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പഠിച്ചത്. എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ കഴിഞ്ഞ വീഡിയോ 0003 ഒന്ന് റെഫർ ചെയ്യുക. ദെൻ നമുക്കിന്ന് പഠിക്കാൻ പോകുന്നത് കിർച്ചോഫ്സ് ലോസ് ആണ്. കിർച്ചോഫ്സ് ലോസ്, അതിൻ്റെ ഡീറ്റെയിൽഡ് ഹിസ്റ്ററി ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ കിർച്ചോഫ്സ് ലോസിൽ 2 ലോയാണ്, ഒന്ന് കറണ്ട് ലോ, ഒന്ന് വോൾട്ടേജ് ലോ. കറണ്ട് ലോ ഈസ് ഓൾസോ കോൾഡ് കിർച്ചോഫ്സ് ഫസ്റ്റ് ലോ and KVL or Kirchhoff's voltage law is also called second law, Kirchhoff's second law. ഇപ്പോൾ Kirchhoff's current law എന്താണ് പറയുന്നത്? In any electrical network, the algebraic sum of currents meeting at a point or junction is a zero. അപ്പോൾ പോയിൻ്റ് അല്ലെങ്കിൽ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഡിഫറെൻറ്റ് കറൻസ് വരാം, ഡിഫറെൻറ്റ് കറൻസ് പോവാം. ഇതിൻ്റെ ഓൾജിബ്രിക് സമ്മ് 0 ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അതായത് ഇൻകമിങ് കറണ്ട് ഈസ് ഈക്വൽ ടു ഔട്ട് ഗോയിങ് കറണ്ട്, അല്ലെങ്കിൽ ഔട്ട് ഗോയിങ് കറണ്ട് ഈസ് ഈക്വൽ ടു ഇൻകമിങ് കറണ്ട്. അതായത് ഓൾജിബ്രിക് സം ഓഫ് കറൻറ്റ്സ് മീറ്റിംഗ് അറ്റ് എ പോയിൻ്റ് ഓർ ജംഗ്ഷൻ ഈസ് 0. ആ തിയറം നമുക്കറിയാം. ദെൻ KVL പറഞ്ഞേക്കുന്നത് ഓൾജിബ്രിക് സം ഓഫ് ദി പ്രോഡക്ട്സ് ഓഫ് കറൻറ്റ്സ് ആൻഡ് റെസിസ്റ്റൻസ്, I ഇൻറ്റു R1, I1 ഇൻറ്റു R1, I1 ഇൻറ്റു R2 എന്നൊക്കെ പറയുന്ന എല്ലാത്തിൻ്റെ, അതാണ് പ്രോഡക്റ്റ് ഓഫ് കറൻറ്റ്സ് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും പ്രോഡക്റ്റ്, അതിൻ്റെ സം, ഓൾജിബ്രിക് സം ഇൻ ഈച്ച് ഓഫ് കണ്ടക്ടർ ഇൻ എനി ക്ലോസ്ഡ് പാത്ത്. ക്ലോസ്ഡ് പാത്തോ അല്ലെങ്കിൽ മെഷിൽ ഒരു നെറ്റ്വർക്കിലുള്ള ഓൾജിബ്രിക് സം ഓഫ് EMFs ഇൻ ദ പാത്ത് ഈസ് 0. അതായത് ഒരു മെഷിലോ അല്ലെങ്കിൽ ലൂപ്പിലുള്ള ഇൻഡിവിജ്വൽ വോൾട്ടേജ് ഡ്രോപ്സ്, ഓൾജിബ്രിക് സം ഓഫ് ഇൻഡിവിജ്വൽ വോൾട്ടേജ് ഡ്രോപ്സ് ആൻഡ് ഓൾജിബ്രിക് സം ഓഫ് ദി EMF, ആ സർക്യൂട്ടിൽ കൊടുത്തിരിക്കുന്ന EMF 0 ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അതായത് കൊടുത്ത EMF, നമ്മൾ കൊടുത്തേക്കണ കണക്ട് ചെയ്തിരിക്കുന്ന EMFൻ്റെ ഓൾജിബ്രിക് സമ്മും അതിലെ ഇൻറ്റേർണൽ വോൾട്ടേജ് ഡ്രോപ്പിൻ്റെ ഓൾജിബ്രിക് സമ്മും ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം ഓൾജിബ്രിക് സം ഓഫ് EMFs ആൻഡ് ഓൾജിബ്രിക് സം ഓഫ് വോൾട്ടേജ് ഡ്രോപ്സ് ആർ 0 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് കിർച്ചോഫ്സ് കറണ്ട് ലോ എന്താണെന്ന് നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ നോഡ് നമ്മൾ കാണിച്ചു, ആ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നോഡ് എന്താ അല്ലെങ്കിൽ ജംഗ്ഷൻ എന്താണെന്ന് വിളിച്ചു. അവിടെ I1, I2, I3 ശ്രദ്ധിക്കുക. I1, I2, I3 എന്ന് പറയുന്ന കറണ്ടുകളെല്ലാം ഇൻകമിങ് കറണ്ടുകളും I4ഉം I5ഉം ഔട്ട് ഗോയിങ് കറണ്ടുമാണ്. ശ്രദ്ധിച്ചോ? I1, I2, I3 ആർ ഇൻകമിങ് കറണ്ട്സ്, വേറാസ് I4 ആൻഡ് I5 ആർ ഔട്ട് ഗോയിങ് കറണ്ട്സ്. അപ്പോൾ ഇതിൽ നമുക്ക് കിർച്ചോഫ്സ് കറണ്ട് ലോയിൽ എന്താ പറഞ്ഞാണ്? ഇൻ എനി ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് ദി ഓൾജിബ്രിക് സം ഓഫ് കറണ്ട്സ് മീറ്റിംഗ് അതിൻ്റെ പോയിൻ്റ് ഈസ് 0. അപ്പോൾ ഇൻകമിങ് കറണ്ട് നമ്മൾ പ്ലസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഔട്ട് ഗോയിങ് കറണ്ട് മൈനസ് ആയിട്ട് എടുക്കണം, യാതൊരു സംശയമല്ല. ഇൻകമിങ് കറണ്ട് പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ ഔട്ട് ഗോയിങ് കറണ്ട് മൈനസായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് എടുക്കണം. സോ ദാറ്റ് അക്കോർഡിംഗ് ടു കിർച്ചോഫ്സ് കറണ്ട് ലോ എന്താണ്? I1 പ്ലസ് I2 പ്ലസ് I3 പ്ലസ് മൈനസ് I4 എന്ന് പറഞ്ഞാൽ ഔട്ട് ഗോയിങ് കറണ്ട് ആയതുകൊണ്ട് മൈനസ് ആയിട്ട് എടുത്തു, പ്ലസ് മൈനസ് I5 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നമുക്കറിയാം, അല്ലെങ്കിൽ നമുക്കറിയാം I1 പ്ലസ് I2 പ്ലസ് I3 ഈസ് ഈക്വൽ ടു I4 പ്ലസ് I5, അങ്ങനെയും പറയാം. ഇൻകമിങ് കറണ്ട് ഈസ് ഈക്വൽ ടു സം ഓഫ് ഇൻകമിങ് കറണ്ട് ഈസ് ഈക്വൽ ടു സം ഓഫ് ഓൾജിബ്രിക് സം ഓഫ് ഓൾജിബ്രിക് സം ഓഫ് ഔട്ട് ഗോയിങ് കറണ്ട്. ദെൻ കിർച്ചോഫ്സ് മെഷ് ലോ ഓർ വോൾട്ടേജ് ലോ അല്ലെങ്കിൽ കിർച്ചോഫ്സ് സെക്കൻഡ് ലോ, അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ ആണ് ദ ഓൾജിബ്രിക് സം ഓഫ് പ്രോഡക്ട്സ് ഓഫ് കറൻറ്റ്സ് ആൻഡ് റെസിസ്റ്റൻസ് in each of the conductors in any closed path or mesh in a network plus the algebraic sum of the EMFs in that path is 0. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ algebraic sum of EMFs plus algebraic sum of individual voltage drops is equal to 0. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ടിപ്പിക്കൽ DC സർക്യൂട്ട് ഉണ്ട്. ഇതില്ലാതെ നമുക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ പ്രോബ്ലം നമ്മൾ എടുത്തിട്ടത്. ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് പോകും. ആ ടിപ്പിക്കൽ DC സർക്യൂട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നമുക്ക് ചോദ്യം ഇതാണ്: ഫൈൻഡ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ 40 ohm റെസിസ്റ്റർ. 40 ohmന് കൂടി പോകുന്ന കറണ്ട് ഫ്ലോ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
അപ്പോൾ ഈ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ എപ്പോഴും ഈ ഒന്നിലധികം EMF കണക്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട ഒരു തിയറം തന്നെയാണ് വോൾട്ടേജ് ലോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഈക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുക ആദ്യത്തേൽ. അതിൽ ഈക്വലൻറ്റ് സർക്യൂട്ട് വരച്ചു കഴിഞ്ഞാൽ ദ കറണ്ട് ഹാസ് 3 ബ്രാഞ്ചസ് 2 നോഡ്സ് A and B ആൻഡ് 2 ഇൻഡിപെൻഡൻറ്റ് ലൂപ്സ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 3 ബ്രാഞ്ചുകളുണ്ട്. 1, 2 എന്ന് പറയുന്ന 2 ലൂപ്പുണ്ട്. ദെൻ A, B എന്ന് പറയുന്ന 2 നോഡുണ്ട്. നോഡ് A ആൻഡ് നോഡ് B. ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നോഡ് എയും നോഡ് ബിയും നമുക്ക് കാണാൻ പറ്റും. യൂസിങ് കിർച്ചോഫ്സ് കറണ്ട് ലോ KCL ദ ഇക്വേഷൻ ഈസ് ഗിവൺ ആസ്. കിർച്ചോഫ്സ് കറണ്ട് ലോ വെച്ച് എങ്ങനെയാണ്? അറ്റ് നോഡ് A ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 ഈസ് ഈക്വൽ ടു I3. I1 ഇൻകമിങ് കറണ്ടാണ്, I2 ഇൻകമിങ് കറണ്ടാണ്, I3 ഔട്ട് ഗോയിങ് കറണ്ടാണ്. അപ്പോൾ I1 പ്ലസ് I2 ഈസ് ഈക്വൽ ടു I3 ഓർ I1 പ്ലസ് I2 മൈനസ് I3 ഈസ് ഈക്വൽ ടു 0 എന്ന് വേണമെങ്കിൽ പറയാം. I1 പ്ലസ് I2 ഈസ് ഈക്വൽ ടു I3 ഓർ I1 പ്ലസ് I2 ഈസ് മൈനസ് I3 ഈസ് ഈക്വൽ ടു 0 എന്ന് പറയാം. അത് നോഡ് ബിയിൽ എന്താണ്? I3 ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2. I3 എന്ന് പറയുന്നത് ഔട്ട് ഗോയിങ് കറണ്ട്, I1 I2 ഇൻകമിങ് കറണ്ട്. ദെൻ യൂസ് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ ഓർ KVL. കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ ഒക്കെ അല്ലെങ്കിൽ കിർച്ചോഫ്സ് മെഷ് ലോ അല്ലെങ്കിൽ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ ഓർ KVL ഓർ സെക്കൻഡ് ലോ. എങ്ങനെ ഏത് പേര് പറഞ്ഞാലും സെയിം സാധനം തന്നെയാണ്. നമുക്ക് ലൂപ്പ് 1 ഈസ് ഗിവൺ ബൈ 10 ഈസ് ഈക്വൽ ടു 10 എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കൊടുത്തേക്കണ EMF ആണ്. V1 എന്ന് പറയുന്നത് വോൾട്ടേജ് ആണ് 10 എന്ന് പറയുന്നത്. 10 ഈസ് ഈക്വൽ ടു R1 ഇൻറ്റു I1. R1 ഇൻറ്റു I1 എന്ന് പറഞ്ഞാൽ എന്താണ്? R1 കൂടിയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് പ്ലസ് R3 ഇൻറ്റു I3. R3 ഇൻറ്റു IP. ഫസ്റ്റ് ലൂപ്പാണ് നമ്മൾ എടുക്കുന്നത്. R3 ഇൻറ്റു I3 ഈസ് ഈക്വൽ ടു എന്താണ്? 10 I1 പ്ലസ് 40 I3 അല്ലേ? നോക്കിയേ. ആൻഡ് ലൂപ്പ് 2 ഈസ് ഗിവൺ ബൈ 20 ഈസ് ഈക്വൽ ടു R2 I2. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്? R1ൻ്റെയും R2ൻ്റെയും R3യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴാണ് 10 I1 പ്ലസ് 40 I3യും 20 I2 പ്ലസ് 40 I3യും കിട്ടിയത് അല്ലേ? സംശയം എന്തെങ്കിലും ഉണ്ടോ? R1ൻ്റെയും R2ൻ്റെയും R3യുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ. ഇനി നോക്കിക്കഴിഞ്ഞാൽ ലൂപ്പ് 3 നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ലൂപ്പ് 3യിലേക്ക് നോക്കിയേ. 10 മൈനസ് 20. 10 മൈനസ് 20 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 വോൾട്ടേജ് ഡ്രോപ്പിലുള്ള ഡിഫറൻസ്. 10 പോസിറ്റീവായിട്ട് എടുത്തു, 20 മൈനസ് ആയിട്ട് എടുത്തു. ഓക്കെ. 20 ഈസ് ഈക്വൽ ടു 10 I1 മൈനസ് 20 I2. ഓക്കെ. 10 I1 മൈനസ് 20 I2. ആ I2 മൈനസ് ആയതുകൊണ്ടാണ് മൈനസ് എടുക്കാൻ കാരണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. I3 ഈസ് ദ സം ഓഫ് I1 ആൻഡ് I2. I3 എന്ന് പറഞ്ഞാൽ I1ൻ്റെയും I2 ആയതുകൊണ്ട് വി ക്യാൻ റീറൈറ്റ് ആസ് ദ ഇക്വേഷൻ നമ്പർ 1. 10 ഈസ് ഈക്വൽ ടു 10 I1 പ്ലസ് 40 ഇൻറ്റു I3യുടെ സ്ഥാനത്ത് I1 പ്ലസ് I2 എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് വി ഗെറ്റ് 50 I1 പ്ലസ് 40 I2 കിട്ടി. ദെൻ ഇക്വേഷൻ നമ്പർ 2 ബിക്കംസ് 20 ഈസ് ഈക്വൽ ടു 20 I2 പ്ലസ് 40 ഇൻറ്റു I3ക്ക് പകരം I1 പ്ലസ് I2 കൊടുത്തു. അപ്പോൾ വി ഗെറ്റ് 40 I1 പ്ലസ് 60 I2 കിട്ടി. We have now 2 simultaneous equations can be reduced and given by I1 and I2. I1 is equal to minus 0.143 ampere and I2 gives plus 0.429 ampere. As I3 is equal to I1 plus I2. I3 കിട്ടുന്നത് എങ്ങനെയാണ്? I1ഉം I2ഉം കൂടി കൂട്ടുവാണ്. അപ്പോൾ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ റെസിസ്റ്റർ R3 is equal to 0.286 ആംബിയർ. അതായത് I3 എന്ന് പറയുന്ന കറണ്ട് എത്രയാണ്? 0.286 ആംബിയറും വോൾട്ടേജ് ഡ്രോപ്പ് ക്രോസ് R3 അത് ഇൻറ്റു റെസിസ്റ്റൻസ് ആ കറണ്ട് ഇൻറ്റു I3 ഇൻറ്റു R3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 11.44 വോൾട്ടുമാണ്.
The negative sign for I1 means the direction of the current flow initially chosen. നമ്മൾ I1 എടുത്തതിന് മൈനസായിട്ട് കിട്ടുന്നതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം എന്താണ് സംഭവിക്കുന്നത്, അത് മൈനസ് എടുത്ത വാല്യൂ തെറ്റാണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് വി ഗെറ്റ് ഈ I3 മൈനസായിട്ട് വരാൻ കാരണം. വാസ് റോങ് ബട്ട് നെവർ ദ ലെസ് ദാൻ സ്റ്റിൽ വാലിഡ്. ഇൻഫാക്ട് 20 വോൾട്ട് ബാറ്ററി ഈസ് ചാർജിങ് ദ 10 വോൾട്ട് ബാറ്ററി. അപ്പോൾ 20 അതെന്തുകൊണ്ടാണ് ഈ 10 വോൾട്ട് ബാറ്ററിയുടെ EMF കുറവും 20 വോൾട്ടിൻ്റെ ബാറ്ററി കൂടുതലും ആയതുകൊണ്ട് ഈ അതിലേക്കുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് വരുന്നത്, അത് 20യിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് ആ ഡയറക്ഷൻ ഓഫ് കറണ്ട് ചേഞ്ച് വന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. എന്തായാലും റഫായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അമാന്തം വിചാരിക്കേണ്ട, നിങ്ങളെ സംശയം നിങ്ങൾ ചോദിക്കുക. ദെൻ നെറ്റ്വർക്ക് തിയറംസ് ആണ്. സൂപ്പർ പൊസിഷൻ തിയറം ഉണ്ട്, തെവനിൻസ് തിയറം ഉണ്ട്, നോർട്ടൺസ് തിയറം ഉണ്ട്, റെസിപ്രോസിറ്റി തിയറം ഉണ്ട്, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. ഇത്രയെല്ലാം കൂടി കൂടുതൽ സ്പീഡിലെടുക്കാൻ വയ്യ. അപ്പോൾ അതുകൊണ്ട് സൂപ്പർ പൊസിഷൻ തിയറം നമുക്ക് ചെയ്യാം. ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകാം, ബാക്കി നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. ഇപ്പോൾ സൂപ്പർ പൊസിഷൻ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ഇനി എനി ലീനിയർ ആക്റ്റീവ് ബൈലാറ്ററൽ നെറ്റ്വർക്ക്, നമ്മൾ ടേംസിൽ പഠിച്ചായിരുന്നു വാട്ട് ഈസ് ലീനിയർ നെറ്റ്വർക്ക്, വാട്ട് ഈസ് ആക്റ്റീവ് നെറ്റ്വർക്ക്, വാട്ട് ഈസ് ബൈലാറ്ററൽ നെറ്റ്വർക്ക് എന്ന് പഠിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ ലീനിയറും ആക്റ്റീവും ബൈലാറ്ററൽ ആയിട്ടുള്ള നെറ്റ്വർക്കിൽ എന്താണ് പ്രത്യേകത? ഹാവിങ് മോർ ദാൻ വൺ സോഴ്സ്, ഒന്നിലധികം EMF സോഴ്സ് ഉണ്ടെങ്കിൽ ദ റെസ്പോൺസ് അക്രോസ് എനി എലമെൻറ്റ് ഈസ് ദ സം ഓഫ് ദി റെസ്പോൺസസ് ഒബ്റ്റെയിൻ ഫ്രം ഈച്ച് സോഴ്സ് കൺസിഡേർഡ് സെപ്പറേറ്റ്ലി ആൻഡ് ഓൾ അതർ സോഴ്സ് ആർ റീപ്ലേസ്ഡ് ബൈ ദർ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ സൂപ്പർ പൊസിഷൻ തിയറത്തിൽ ചെയ്യുന്ന ഇങ്ങനെയാണ്. ഒന്നിലധികം EMF ഉണ്ടെങ്കിൽ ആദ്യം ഓരോ ഇൻഡിവിജ്വൽ സോഴ്സ് വെച്ചിട്ടുള്ള ഓരോ റെസ്പോൺസ് നമ്മൾ കണ്ടുപിടിക്കുകയും അപ്പോൾ ആ കണ്ടുപിടിക്കുന്ന സമയത്ത് മറ്റ് സോഴ്സുകളൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആക്കി മാറ്റും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ റെസ്പോൺസ് നമുക്ക് കിട്ടും. അപ്പോൾ ഒന്നിലധികം EMF ഉണ്ടെങ്കിൽ നമുക്ക് ഒരു EMF വെച്ചിട്ട് ബാക്കിയുള്ള EMFകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് മാത്രം കൺസിഡർ ചെയ്തിട്ട് ഒഴിവാക്കും. അങ്ങനെ ഓരോ ഇൻഡിവിജ്വൽസ് ഇക്വേഷൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഓൾജിബ്രിക് സമ്മാണ് നമുക്ക് കിട്ടുന്ന ടോട്ടൽ റെസ്പോൺസ്. ഓക്കെ, ഇൻ അതർ വേർഡ്സ് it can be stated as if a number of voltage or current sources are acting in a linear network, the resulting current in any branch is the algebraic sum of all the currents that would be produced in it when each source acts alone while all other independent sources are replaced by their internal resistance. It is only applicable to the circuit which is valid for Ohm's law. That is linear circuitൽ മാത്രമേ ഇത് പറയുന്നുള്ളൂ. അപ്പോൾ ഒന്നിലധികം വോൾട്ടേജോ കറണ്ടോ സോഴ്സ് ഉണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. ഒരു സോഴ്സ് എടുക്കുക, ബാക്കി എല്ലാ സോഴ്സുകളെ ആ സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആയിട്ട് റീപ്ലേസ് ചെയ്യുക. അത് കിട്ടുന്ന റെസ്പോൺസുകളെ എന്ത് ചെയ്യണം, അതിൻ്റെ സം എടുക്കണം. ആ സം എടുത്താൽ ടോട്ടൽ റെസ്പോൺസായി. ഉദാഹരണമായിട്ട് ഇവിടെ നോക്കാം. Let us understand the superposition theorem with the help of an example. The circuit diagram is shown below consists of two voltage sources V1 and V2. ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, രണ്ട് വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, V1 ആൻഡ് V2. ആ V1 ആൻഡ് വോൾട്ടേജ് സോഴ്സ് V1-ഉം V2-ൻ്റെ വോൾട്ടേജ് സോഴ്സ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും V1-ൻ്റെ V2-ൻ്റെ വോൾട്ടേജ് സോഴ്സ്. ദെൻ ഫസ്റ്റ് ടേക്ക് ദ വോൾട്ടേജ് സോഴ്സ് V1 അലോൺ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആദ്യം V1 എടുക്കുന്നു, V2-ൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് തന്നിട്ടില്ല, അതുകൊണ്ട് അത് കണക്ട് ചെയ്യുകയാണ്. ഫിഗർ രണ്ടൊന്ന് നോക്കി. ഇതായിരുന്നു ആദ്യത്തെ ഫിഗർ. V1 മാത്രം എടുത്ത ഈക്വലൻറ്റ് സർക്യൂട്ട് ഇങ്ങനെയാണ്. സംശയമുണ്ടോ? അപ്പോൾ V2 എന്ന് പറയുന്ന സാധനം റീപ്ലേസ് ചെയ്തു. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് അവിടെ റെസിസ്റ്റൻസ് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ആ വോൾട്ടേജിനെ പ്ലസ് V1-ഉം മൈനസ് V1 ആയിട്ട് എടുത്തു. R1 എടുത്തു, R2 എടുത്തു, R3 എടുത്തു. ആ R1 കൂടെയുള്ള കറണ്ടിനെ I1 ഡാഷ് എന്ന് എടുത്തു, R2 കൂടെയുള്ള കറണ്ടിനെ I2 ഡാഷ് എന്ന് എടുത്തു, R3 കൂടെയുള്ള കറണ്ടിനെ I3 ഡാഷ് എന്ന് എടുത്തുള്ളൂ. ഡയറക്ഷൻ ഓഫ് കറണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ വി ഗെറ്റ് ദ ഇക്വേഷൻ. എന്ത് കിട്ടും? I1 ഡാഷ് ഈസ് ഈക്വൽ ടു, നമ്മൾ കറണ്ട് ഡിവൈഡിങ് റൂളിൽ പഠിച്ചു, I1 ഈസ് ഈക്വൽ ടു V1 ഡിവൈഡ് ബൈ എന്താണ്, R2 R3 ഡിവൈഡ് ബൈ R1 പ്ലസ് R3, R2 പ്ലസ് R3 പ്ലസ് R1. കറണ്ട് ഡിവൈഡിങ് റൂളിൽ ടോട്ടൽ R എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് V1 ഡിവൈഡ് ബൈ R1 R2 R3 ഡിവൈഡ് ബൈ R2 പ്ലസ് R3 പ്ലസ് R1.
അതുപോലെ തന്നെ I2 ഡാഷ് ഈസ് ഈക്വൽ ടു I2 ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R2 കൂടിയുള്ള കറണ്ട് R2വിൽ കൂടിയുള്ള കറണ്ട് I2 ഡാഷ് ഈസ് ഈക്വൽ ടു I1 ഡാഷ് ഇൻറ്റു I3 ഡാഷ് ഡിവൈഡ് ബൈ R3 ഡിവൈഡ് ബൈ R2 പ്ലസ് R3. I2 ഡാഷ് ഈസ് ഈക്വൽ ടു I1 ഡാഷ് ഇൻറ്റു R3 ഡിവൈഡ് ബൈ R2 പ്ലസ് R3. അങ്ങനെ രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടും. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എബവ് ടു ഇക്വേഷൻസ് ഗീവൺ ദ വാല്യൂ ഓഫ് I3 ഡാഷ്. I1 ഡാഷും I2 ഡാഷും ഡിഫറെൻറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടാൻ പറ്റും? I3 ഡാഷ് ഈസ് ഈക്വൽ ടു I1 ഡാഷ് മൈനസ് I2 ഡാഷ്. Now activating the voltage source V2 and deactivating the voltage source V1 by short circuiting it. V1 short circuit ചെയ്തിട്ട് V2 ആക്ടിവേറ്റ് ചെയ്യും. And find the various currents I1 double dash, I2 double dash, I3 double dash flowing in the circuit diagram as below. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ V1 റീപ്ലേസ് ചെയ്തത് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 0 ആയതുകൊണ്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. V2 എടുത്തു. V2 എടുത്തു കഴിഞ്ഞപ്പോൾ I2 ഡബിൾ ഡാഷിൻ്റെ ഡയറക്ഷൻ കണ്ടോ? ഫ്രം ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി V2 നിന്ന് അങ്ങോട്ട് പോവുകയാണ്. അതേസമയത്ത് I2 ഡാഷ് എങ്ങോട്ടായിരുന്നു? V1ൽ നിന്നുള്ള കറണ്ട് ആയിരുന്നെങ്കിൽ ആയതുകൊണ്ട് നേരെ റൈറ്റ് സൈഡിലേക്കായിരുന്നു കറണ്ട് ഫ്ലോ. I2 ഡാഷ് ഇവരുടെ നേരെ ലെഫ്റ്റ് സൈഡിലേക്കാണ് കറണ്ട് ഫ്ലോ. അപ്പോൾ V2 I2 ഡബിൾ ഡാഷ് I1 ഡബിൾ ഡാഷ് I3 ഡബിൾ ഡാഷ് അതിൽ നിന്നും നമുക്ക് ഇക്വേഷൻ കിട്ടും. I2 ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു V2 ഡിവൈഡ് ബൈ R1 R3 ഡിവൈഡ് ബൈ R1 പ്ലസ് R3 പ്ലസ് R2 and I1 double dash is equal to I2 double dash into R3 divided by R1 plus R2, and the value of the current I3 double dash will be calculated by I3 double dash is equal to I2 double dash minus I1 double dash. ഇവിടെയും ശ്രദ്ധിക്കുക, കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ആസ് പെർ ദ സൂപ്പർ പൊസിഷൻ തിയറം the value of the current I1 I2 and I3 is now calculated as I3 is equal to I3 dash plus I3 double dash, I2 is equal to I2 dash minus I2 double dash, I1 is equal to I1 dash മൈനസ് I1 ഡബിൾ ഡാഷ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ ഒന്നിലധികം വോൾട്ടേജ് സോഴ്സ് ഉള്ളതുകൊണ്ട് ഒരു വോൾട്ടേജ് സോഴ്സിനെ മാത്രം ആദ്യം കൺസിഡർ ചെയ്യും, അതിൻ്റെ റെസ്പോൺസ് കണ്ടുപിടിക്കും. അപ്പോൾ ആ കണ്ടുപിടിക്കുന്ന സമയത്ത് മറ്റേ സോഴ്സ് എന്ത് ചെയ്യും? നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യോ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൊണ്ടോ അത് കണക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ EMF വെച്ച് നമ്മൾ കാണും, സോഴ്സ് വെച്ച് കാണും. സോഴ്സ് കാണുമ്പോൾ ആദ്യത്തെ വോൾട്ടേജ് സോഴ്സിനെ നമ്മൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ് ഇതുകൊണ്ട് റീപ്ലേസ് ചെയ്തു, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ ഓരോ ഇൻഡിവിജ്വൽ റെസ്പോൺസും, അതായത് I1 ഡാഷ് കിട്ടി, I2 ഡബിൾ ഡാഷ് കിട്ടി, I2 ഡാഷ് കിട്ടി, I3 ഡബിൾ ഡാഷ് കിട്ടി ആദ്യത്തെ റെസ്പോൺസ്. രണ്ടാമത്തെ റെസ്പോൺസിൽ I1 ഡബിൾ ഡാഷ് കിട്ടി, I2 ഡബിൾ ഡാഷ് കിട്ടി, I3 ഡബിൾ ഡാഷ് കിട്ടി. ഇതിൽ നിന്ന് വി ഗെറ്റ് I1 I2 I3 സെപ്പറേറ്റ്ലി. മനസ്സിലായി കാണും എന്ന് എനിക്ക് തോന്നുന്നു. ദെൻ റെസിപ്രോസിറ്റി തിയറാണ്. ഇൻ എനി ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്ക് ഇഫ് എ സോഴ്സ് ഓഫ് EMF E in any branch produces a current I in any other branch, then the same EMF acting in the second branch would produce the same current in the first branch. In any linear bilateral network, ഇവിടെ ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്ക് തന്നെയാണ്. ഇപ്പോൾ സോഴ്സ് ഓഫ് EMF ഇൻ എനി ബ്രാഞ്ച് പ്രൊഡ്യൂസ് എ കറണ്ട്. ഒരു ബ്രാഞ്ചിൽ ഒരു EMF E കൊണ്ട് ഒരു I എന്ന് പറയുന്ന കറണ്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ in any other branch then the same EMF acting in the second branch would produce the same current I in the first branch. അത് വെച്ച് സെപ്പറേറ്റ് വേറൊരു ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാലും സെയിം കറണ്ട് തന്നെയായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. ദെൻ നോർട്ടൺസ് തിയറം ഉണ്ട്. ദെൻ ഹൗ ടു നോർട്ടണൈസ് എ ഗിവൺ സർക്യൂട്ട് ഉണ്ട്. ജനറൽ ഇൻസ്ട്രക്ഷൻ ഫോർ ഫൈൻഡിങ് ദ നോർട്ടൺ ഈക്വലൻറ്റ് സർക്യൂട്ട്, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. ഇത്രയും കാര്യങ്ങളാണ് ഇനി നമുക്ക് പഠിക്കേണ്ടത്. അത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുക, ഇല്ലെങ്കിൽ നമുക്ക് തൽക്കാലം വിടവാങ്ങാം. എല്ലാ വീഡിയോസും നിങ്ങൾ ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു ഓൾ.